ചുരുങ്ങിയ കാലയളവിൽ 10 ലക്ഷത്തോളം ആൾക്കാർ കണ്ട് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വർഷങ്ങളായി മുടി വളർത്തിയെടുക്കാനേ പറ്റുന്നില്ല, അല്ലെങ്കിൽ പൊഴിഞ്ഞു പോയിട്ട് തിരിച്ച് മുടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും 100% റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒട്ടും പേടിക്കാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് ഹെയർ കെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഐറ്റം മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തലയോട്ടിയിലെ മോയ്സ്ചറൈസ് നിലനിർത്തുകയും താരനെ പ്രതിരോധിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ട നമ്മുടെ അടുക്കളയിലെ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ഉലുവയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു സ്പൂൺ ഉലുവ എടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഉലുവയിൽ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചിട്ട് നല്ല മഞ്ഞ കളറാകുമ്പോൾ അത് നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പരന്ന പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു വേ അല്ല എങ്കിൽ മറ്റൊരു വേ ഉണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, തലേ ദിവസം നമ്മുടെ ഉലുവ കുതിരാനിട്ടിട്ട് ആ വെള്ളം പിറ്റേ ദിവസം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴുകി കളയാവുന്നതാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഉലുവ പാക്കുകളായിട്ടാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉലുവ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തലയോട്ടിയിൽ മുടിയിലോ നമ്മുടെ ഉലുവയുടെ ഉൽപ്പന്നങ്ങൾ അടിഞ്ഞു കൂടുന്നതിലേക്ക് നയിച്ചേക്കാം കേട്ടോ. ഇത് മുടിയുടെ ഭാരം കുറയ്ക്കുകയും കൊഴുപ്പുള്ളതാക്കി തോന്നിക്കുകയും ചെയ്യും കേട്ടോ. ഉലുവ രാസവസ്തുക്കളില്ലാത്ത ഒരു പ്രകൃതിദത്ത ഘടകമാണ് കേട്ടോ. ഇത് സെൻസിറ്റീവ് സ്കിൻ, തലയോട്ടി പ്രശ്നങ്ങളുള്ളവർക്ക് സുരക്ഷിതമായ ഒരു ഓപ്ഷനാണെന്ന് മറക്കരുതേ. നമ്മുടെ ഉലുവയിൽ ധാരാളം പ്രോട്ടീനുകളും നിക്കോട്ടിനിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവ രണ്ടും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും കൂടാതെ മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഉലുവയിൽ മുസ്ലേജസ് അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ അവസ്ഥ നിലനിർത്താനും ഈർപ്പം നിലനിർത്താനും വരൾച്ചയും ഫ്രിസ്സും കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ താരനെ ചെറുക്കാനും സഹായിക്കുകയും താരനെ ചെറുക്കുക മാത്രമല്ല കേട്ടോ, നമ്മുടെ തലയോട്ടിലുണ്ടാകുന്ന പ്രകോപനങ്ങളെ തടയാനും ഹെൽപ്പ് ചെയ്യും. ഉലുവയുടെ ഉപയോഗം നമ്മുടെ മുടി മൊത്തത്തിലുള്ള ഘടനയും തിളക്കവും വർദ്ധിപ്പിക്കുകയും നമ്മുടെ മുടി നല്ല മിനുസമുള്ളതാക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഉലുവയിൽ ചിലർക്ക് അലർജിക്ക് കാരണമാകും കേട്ടോ. അങ്ങനെയുള്ളവർ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്യുക. ഉലുവ വെള്ളം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് കെട്ടി വെക്കണം കേട്ടോ. അതിനിടയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ മസാജിങ് മറക്കരുത്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുടി ഒരിക്കൽ കൂടെ അഴിച്ചിട്ട് ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. തണുപ്പ് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നവരാണെങ്കിൽ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉച്ചിയിൽ ആദ്യം അപ്ലൈ ചെയ്യാതെ സ്കാൽപ്പിലും ബാക്കി ഭാഗങ്ങളിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് മാത്രം ഉച്ചിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ്, ഞാൻ 15 മിനിറ്റ് ഇരിക്കത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂർ വരെയൊക്കെ ഇരിക്കാം. അങ്ങനെ ഇരുന്നിട്ട് തല നല്ലവണ്ണം ഒന്ന് കഴുകി കളയാവുന്നതാണ്. കഴുകി കളയുന്നത് നമ്മുടെ നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പൂസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ പാക്കിൽ ഉലുവയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതായത് നമ്മൾ അരച്ചിട്ട് അതേപടി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ. സ്കാൽപ്പ് പെട്ടെന്ന് വൃത്തിയാകത്തില്ല. അങ്ങനെ വൃത്തിയാകാതെ നമ്മുടെ ഉലുവയുടെ അംശങ്ങളെല്ലാം നമ്മുടെ തലയോട്ടിയിൽ അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ. അത് ചിലപ്പോൾ മുടി കൊഴിയാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഹെയർ പാക്കിൽ ഉലുവയുണ്ട് എങ്കിൽ അത് അരിക്കാതെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഈ ഒരു വെള്ളം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. എങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം മാറി കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളിർത്ത് വരാനും അതുപോലെ തന്നെ താരൻ്റെ ശല്യം മാറാനെല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മുടി കൊഴിച്ചിലിൻ്റെ കാരണം തിരിച്ചറിയുന്നത് അത് കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമാണ് കേട്ടോ. തൈറോയ്ഡ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അലോപീസിയ, തലയോട്ടിയിലെ മലിനീകരണം, അമിതമായ സ്റ്റൈലിംഗ്, കീമോതെറാപ്പി, റേഡിയേഷൻ ചികിത്സകൾ തുടങ്ങിയവയും ചില രോഗങ്ങളുടെ മരുന്നുകളും ശാശ്വതമായ കഷണ്ടിക്ക് കാരണമാവും കേട്ടോ. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മിക്ക ഗമ്മികളിലും മുടികൊഴിച്ചിലിന് കാരണമാവുന്ന ജലാറ്റിനും പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ടെന്ന് പലർക്കും അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഗമ്മീസിൻ്റെ ഉപയോഗമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഉണങ്ങിയ മുടിയേക്കാൾ നനഞ്ഞ മുടി കൊഴിയാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ ടവൽ ശക്തമായി ഉപയോഗിക്കുന്നത് മുടി പൊട്ടുന്നതിനും മുടി കൊഴിഞ്ഞു പോകുന്നതിനും ഇടയാക്കും കേട്ടോ. അതുകൊണ്ട് ടവലുകൾ ധാരാളം അമർത്തി നമ്മുടെ മുടിയിൽ തോർത്താതിരിക്കുക.
അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്ന് എന്ന് പറയുന്നത് ഇറുകിയ ഹെയർ സ്റ്റൈലുകളിൽ നിന്നുള്ള നിരന്തരമായ വലിവും പിരിമുറുക്കവും എല്ലാം മുടിക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാക്കും കേട്ടോ. ഇത് നമ്മുടെ രോമാകൂപങ്ങൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണമാവും. അങ്ങനെയും ചിലപ്പോൾ നമ്മുടെ മുടി കൊഴിയാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുറുക്കമുള്ള ഹെയർ ബാൻഡുകളും ക്ലിപ്പുകളും മുടി പൊട്ടിപ്പോകുന്നതിന് കാരണമാകും. അതിനാൽ ലൂസായ ഹെയർ ബാൻഡുകളും ക്ലിപ്പുകളും എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഷാമ്പൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കേട്ടോ. ഷാമ്പൂസ് അമിതമായി കഴിഞ്ഞാൽ തലയോട്ടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ഷാമ്പൂസ് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അളവിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലെ pHനെ അത് ബാധിക്കും. അത് കാരണം നമ്മുടെ മുടിയുടെ ആരോഗ്യം പാടെ നശിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഷാമ്പൂസ് ഉപയോഗിക്കുക. ഷാമ്പൂസ് ഉപയോഗിക്കുന്ന സമയത്ത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണെന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.